ഇനി നമ്മൾ പരിശോധിക്കുന്നത് വിവിധ തരം കാറ്റഗറിക്കൽ പ്രൊപ്പോർഷൻസിനെ കുറിച്ചാണ്. കൈൻഡ്സ് ഓഫ് കാറ്റഗറിക്കൽ പ്രൊപ്പോർഷൻസ്. അപ്പോൾ ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള നോട്ടുകൾ ക്ലാസ്സിൻ്റെ കൂടെ തന്നെ റെഫർ ചെയ്ത് പോവുക, എന്നാലാണ് ഈ ഒരു പാഠഭാഗം കൃത്യമായിട്ട് മനസ്സിലാവുകയുള്ളൂ. കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഭാഗങ്ങളാണ്. അപ്പോൾ അതൊന്ന് കൃത്യമായിട്ട് നോട്ട് ഫോളോ ചെയ്തിട്ട് ശ്രദ്ധിച്ച് കേൾക്കുക. കൈൻഡ്സ് ഓഫ് കാറ്റഗറിക്കൽ പ്രൊപ്പോർഷൻസ്. നമ്മൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്ന സമയത്ത് അതിൻ്റെ ക്വാളിറ്റി ക്വാണ്ടിറ്റി നമ്മൾ പരിശോധിക്കുകയാണ്. ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ ക്വാളിറ്റിയിൽ രണ്ട് സാധ്യതകളാണുള്ളത്. ഒന്നുകിൽ അഫർമേറ്റീവ് ആവാം, അല്ലെങ്കിൽ നെഗറ്റീവ് ആവാം. ഒന്നുകിൽ സ്ഥിരീകരണമാവാം, അല്ലെങ്കിൽ നിഷേധമാവാം. അതായത് ഒരു കാര്യം നമ്മൾ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല, അതാണ് അതിൻ്റെ ക്വാളിറ്റി എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത്. ഇനി രണ്ടാമത്തേത് അതിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഓർ പെർട്ടിക്കുലർ. ഇങ്ങനെ രണ്ട് സാധ്യതകളാണുള്ളത്. ഓക്കെ, യൂണിവേഴ്സൽ എന്ന് പറയുമ്പോൾ എല്ലാ മനുഷ്യരും അങ്ങനെ പറയുന്ന സമയത്ത് അത് യൂണിവേഴ്സലാണ്. എന്നാൽ ചില മനുഷ്യർ അല്ലെങ്കിൽ ചില പക്ഷികൾ, ചില ചെടികൾ അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് അത് പെർട്ടിക്കുലറാണ്. അതാണ് അതിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അതിൻ്റെ അളവ് അത് യൂണിവേഴ്സൽ ആണോ അതോ പെർട്ടിക്കുലർ ആണോ. ഇങ്ങനെ രണ്ട് രീതിയിലാണ് ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ ഉള്ളത്. ക്വാളിറ്റി അനുസരിച്ച് രണ്ടെണ്ണം, ക്വാണ്ടിറ്റി അനുസരിച്ചും രണ്ടെണ്ണം. ഇങ്ങനെ ഇതിൻ്റെ പെയേഴ്സ് വരുന്ന സമയത്ത് ടോട്ടൽ നമുക്ക് കാറ്റഗറിക്കൽ പ്രൊപ്പോർഷൻസിൻ്റെ 4 രീതിയിലുള്ള കാറ്റഗറിക്കൽ പ്രൊപ്പോർഷൻസ് നമുക്ക് കിട്ടും. ഇത് നമ്മൾ മുൻപത്തെ പാഠഭാഗത്തിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ ഒരു എലാബറേഷനാണ്. നമ്മൾ അതിൻ്റെ ഒരു ചാർട്ടൊക്കെ വെച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാ എസും പി ആണ് എന്ന് പറയുന്ന സമയത്ത് അതൊരു സാർവത്രിക സ്ഥിരീകരണമാണ്. അതായത് അഫർമേറ്റീവ് ആണ്, യൂണിവേഴ്സലാണ്. യൂണിവേഴ്സൽ അഫർമേറ്റീവ് ആണത്. ഇനി ഒരു എസും പി അല്ല, നോ എസ് ഈസ് പി എന്ന് പറയുന്ന സമയത്ത് അതെന്താണ്? അത് സാർവത്രിക നിഷേധമാണ്. അത് യൂണിവേഴ്സൽ നെഗറ്റീവാണ്. അപ്പോൾ രണ്ട് ഭാഗമായി. അപ്പോൾ ഒന്നാമത്തേത് നമ്മൾ പറഞ്ഞു യൂണിവേഴ്സൽ അഫർമേറ്റീവ്, രണ്ടാമത്തേത് നമ്മൾ യൂണിവേഴ്സൽ നെഗറ്റീവ് പറഞ്ഞു. ഇനി നമ്മൾ പെർട്ടിക്കുലർ അഫർമേറ്റീവ് എങ്ങനെയാണ് വരിക? ചില എസ് പി ആണ്, ചിലത് ഉണ്ടോ, ആ വേർഡാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. അതെന്താണ്? പെർട്ടിക്കുലർ അഫർമേറ്റീവ് ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ്? അത് അഫർമേറ്റീവ് ആണ്. ഇനി നമുക്ക് പറയാനുള്ളത് ചില എസ് പി അല്ല. അങ്ങനെ പറയുന്ന സമയത്ത് അതെന്താണ്? അത് പെർട്ടിക്കുലർ നെഗറ്റീവ് ആണ് എന്ന് മനസ്സിലാക്കി വെക്കുക. ഈ രീതിയിലാണ് ഇതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നത്. 4 രീതിയിലുള്ള കാറ്റഗറിക്കൽ പ്രൊപ്പോർഷൻസ് ഇവയാണ്.